ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അനൂപിന്റെ പ്രശ്നങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അർച്ചനയും സച്ചിയും ധനുഷും. സ്നേഹ പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ട് തന്നെ ധനുഷിനെ മുഖമടച്ചൊന്ന് കൊടുത്തായിരുന്നു സ്നേഹ നെല്ലിശ്ശേരിയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. മുറിയിൽ നിന്നുകൊണ്ട് അവന്തിക അർച്ചനയ്ക്കും സച്ചിക്കുമുള്ള അടുത്ത എന്തോ പ്ലാൻ ആരെയോ വിളിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന നന്ദൻ ദേഷ്യത്തോടെ അവന്തികയെ ചവിട്ടുകയും അവന്തിക തെറിച്ച് താഴെ വീഴുകയും ചെയ്യുകയാണ്. നന്ദന്റെ നീക്കത്തിൽ ഭയന്ന് നന്ദനെ ഞെട്ടലോടെ നോക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയും ധനുഷിനെയുമാണ്. കുഞ്ഞിന്റെ ജാതകദോഷത്തെക്കുറിച്ച് അവന്തിക വീണ്ടും അവന്റെ എല്ലാം മുമ്പിൽ പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, എത്ര കള്ളജ്യോത്സ്യന്മാരാണ് ഇപ്പോൾ ഈ കാലത്തുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങളാരും ഈ കാര്യം വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്കും സച്ചിക്കും സമാധാനമാവുകയാണ്. എന്നാൽ ധനുഷ് തനിക്കൊരു പണിയാകുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സച്ചി നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. നന്ദേട്ടാ, കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാ ഇവിടെ ഇതെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെയും അർച്ചനയും നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ നന്ദേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട, എല്ലാം ഞാനും അർച്ചനയും ചേർന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കിക്കൊള്ളാം. നന്ദേട്ടനും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. കുളിച്ചിറങ്ങുന്ന അർച്ചന തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തൻ്റെ വയറ്റിലേക്ക് ഒരു തലയിണ എടുത്തു വെക്കുകയാണ്. അതിനുശേഷം തനിക്ക് വയറുള്ളതായി കണ്ണാടിയിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന. അതേസമയം മുറിയിലേക്ക് സച്ചി വരുമ്പോൾ നാണത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.